നമ്മുടെ 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 4ൻ്റെ കട്ട് ഓഫ് പ്രഡിക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ സ്റ്റേജ് 3യെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഒന്ന് ടഫായിരുന്നു സ്റ്റേജ് 4. കുറച്ചുകൂടെ അല്ല, അത്യാവശ്യം ടഫായിരുന്നു സ്റ്റേജ് 4. നമ്മുടെ സ്റ്റേജ് 1, 4 ഇപ്പോൾ ഏകദേശം അത് രണ്ടുമാണ് കുറച്ച് ടഫായിട്ട് നിന്നത് അല്ലേ. അപ്പോൾ കട്ട് ഓഫ് എന്തായാലും താഴാനായിട്ട് സാധ്യതയുണ്ട്. കമ്പനി ബോർഡ് LGSന് കുറച്ചുകൂടെ താഴാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബെബ്കോ LDക്ക് അതിനേക്കാൾ ഒരു 2-3 മാർക്കാണ് കൂടുതലാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ എൻ്റെ ഒരിതിൽ പറയുകയാണെങ്കിൽ ഒരു 50 ടു 60-60നുള്ളിലായിരിക്കും കട്ട് ഓഫ് വരുന്നത്. ഇതിൽ 50 ടു 60നുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഡിലീഷൻ, നോർമലൈസേഷൻ അതൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്താണ് കുറച്ചുകൂടെ താഴാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഓർത്ത് പേടിക്കേണ്ട. 50ന് താഴെയുള്ളവർ പേടിക്കുകയൊന്നും വേണ്ട. 50ന് താഴെയുള്ളവർക്കും ചാൻസ് ഉണ്ട്. പിന്നെ ഈ നോർമലൈസേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ നോർമലൈസേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാകും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലും. പിന്നെ നമ്മുടെ അധ്യാപകരുടെ അഭിപ്രായത്തിൽ, അതായത് നമ്മൾ പഠിപ്പിച്ച അധ്യാപകരുടെ അഭിപ്രായത്തിൽ, നമ്മുടെ മൻസൂർ സാറിൻ്റെ അഭിപ്രായത്തിൽ 50 ടു 60നിടയ്ക്കാണ് കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിയാണ്, ആ ഒരു റേഞ്ച് തന്നെയൊക്കെ നമുക്ക് വരത്തുള്ളൂ. കാര്യം നമ്മൾ എക്സാം ഹാളിലിരുന്ന് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല. നമുക്ക് പുറത്തിരുന്ന് ചെയ്യുന്നവർക്ക് ഇത് കുഴപ്പമില്ല, നല്ല ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് തോന്നും. അതേപോലെ തന്നെ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും നമുക്ക് തോന്നും നമുക്കധികം നെഗറ്റീവ് വന്നിട്ടില്ലെന്ന് തോന്നും. പക്ഷെ വീട്ടിലിരുന്ന് നോക്കുമ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, കുറച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ 50 ടു 60 തന്നെയായിരിക്കും കട്ട് ഓഫ് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ നമ്മുടെ എൻട്രി ആപ്പിൽ പറഞ്ഞിരിക്കുന്നത് 50 ടു 55 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 50ന് താഴെയുള്ളവർ നമ്മൾ ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട. നമുക്ക് ഡിലീഷൻ, നോർമലൈസേഷൻ അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം നമുക്ക് കറക്റ്റാക്കി നമ്മുടെ മാർക്ക് കുറച്ചുകൂടെ അവരുടെ ഇപ്പം സിമ്പിളായവരുടെ കൂടെ നമുക്ക് നമ്മുടെ മാർക്ക് കുറച്ചൊന്ന് നോർമലൈസ് ചെയ്തെടുത്തു അവർ. അപ്പോൾ അതുകൊണ്ട് അതിന് താഴെയുള്ളവരും നമുക്ക് ഒരിക്കലും വിഷമിക്കുകയൊന്നും വേണ്ട. നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, കുറച്ച് നമുക്കൊന്ന് ആലോചിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ പോലും നമ്മുടെ കറണ്ട് അഫയേഴ്സും അതേപോലെ തന്നെ ഓപ്ഷൻ ചിലത് പ്രസ്താവന ചോദ്യങ്ങളും കുറച്ച് നമ്മളൊന്ന് ബുദ്ധിമുട്ടിച്ചു അല്ലെ സ്റ്റേജ് 4. അപ്പോൾ സ്റ്റേജ് 3 അത്രേ ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാ സ്റ്റേജസിനും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴേ നമുക്കതിൻ്റെ ഇത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു റേഞ്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 50 ടു 60 അതിനിടയ്ക്കായിരിക്കും എന്തായാലും കട്ട് ഓഫ്. 55ന് മുകളിലേക്ക് വരാൻ സാധ്യതയില്ല. എന്നാൽ പോലും ഈ ഒരു റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, പിന്നെ ഇതിൽ ഇപ്പോൾ താഴ്ന്ന 55 50ന് താഴ്ന്നുള്ളവർക്ക്, അതായത് 45 തൊട്ട് 50 ഉള്ളവരും നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഡിലീഷൻ, നോർമലൈസേഷൻ അതൊക്കെ കഴിയണം. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, മാർക്ക് കുറഞ്ഞവർ, ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നമ്മൾ വിഷമിക്കേണ്ട. ഒന്നിൻ്റെയും അവസാനമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വർഷം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് നല്ല ജോലി കിട്ടും. നമ്മൾ ഇത്രയും പഠിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. നമ്മൾ കട്ട് ഓഫിനെ കുറിച്ചൊക്കെ എന്താ നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ അത്യാവശ്യം പഠിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ഇതുണ്ട് നമുക്കുണ്ടാകും. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ അതുകൊണ്ട് ഒന്നുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പഠിത്തം ഇതേപോലെ തുടരുക. ഇതേപോലെ തുടർന്നാൽ 2027 തന്നെ നമുക്ക് 2027 ടു 2028 തന്നെ നമുക്ക് എന്താണ് ഒരു നല്ല ജോലിയിൽ നമുക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ഇത്രയും പഠിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, എക്സാം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആകപ്പാടൊരു പുകമറയായിരിക്കും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്രയായിരിക്കും കട്ട് ഓഫ്. നമുക്കറിയാം, അത് നമ്മളെല്ലാവരും എക്സാം എഴുതുന്നതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇത് കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. നമ്മൾ ഇത്രയും പഠിച്ചതാണല്ലോ, നമ്മൾ എത്ര രാത്രികൾ നമ്മൾ ഉറക്കം ഇളച്ചതാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇനിയും തുടരുക. നമ്മൾ ഇതുകൊണ്ടൊന്നും തോറ്റ് പിന്മാറരുത്. അഥവാ ഇത്രയും പിന്നെ കുറച്ചുകൂടെ മാർക്ക് കുറഞ്ഞവർ ഒരിക്കലും അവർ കഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കത്തില്ല, അവർക്ക് ആ സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് അതെന്താണ് നമുക്ക് പോരായ്മ വന്നത്, അവർ അത് മാറ്റി വെച്ചിട്ട് ആ ബുദ്ധിമുട്ടുകളും അതേപോലെ നമുക്ക് എന്താ പോരായ്മയാണ് വന്നത് അത് മാറ്റി വെച്ചിട്ട് അടുത്ത എക്സാമിന് നന്നായിട്ട് തയ്യാറെടുക്കുക. പിന്നെ ഈ മാർക്ക് കിട്ടിയവർ മെയിൻസിനായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു 50 ടു 60 അല്ലെങ്കിൽ 50 ടു 55 അതിൻ്റെ ഇടയ്ക്കേ കട്ട് ഓഫ് വരത്തുള്ളൂ. ഒരിക്കലും 60ന് മുകളിലോട്ട് വരാൻ സാധ്യതയില്ല. LGS
നമുക്കറിയാം ബെബ്കോ എൽ ഡി കുറച്ചുകൂടെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മാർക്ക് എത്രയാണ് കിട്ടുന്നത് അത് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.